പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ദൈവത്തിൻ്റെ വഴികൾ, ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വതന്ത്രരാകും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ കണ്ട ഈ രണ്ട് കാര്യങ്ങളും ഉടനെ നടന്ന കാര്യങ്ങളാണ്. ഇത് കേൾക്കുമ്പോൾ ചില ആൾക്കാർ വിചാരിക്കും, കർത്താവേ ഈ വിഷയം തന്നെയുള്ള ഞാൻ ഉടമ്പടി ചെയ്തിരിക്കണം, എൻ്റെ കാര്യം ഇപ്പോഴും നടന്നിട്ടില്ല എന്ന്. നമ്മൾ ഒരു സാക്ഷ്യം പറയുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കണം? പ്രതിസാക്ഷ്യം ഉണ്ടായിക്കൊണ്ടിരിക്കും. കാര്യം അതേ വിഷയത്തിൽ ഉടമ്പടി ചെയ്ത വേറെ ആൾക്കാരുണ്ട്. അവർ കേൾക്കുമ്പോൾ അവർക്ക് നിരാശ. ദൈവമേ, എൻ്റെ കാര്യം മാത്രം മാതാവ് ചെയ്തില്ല, അവരുടെ കാര്യം നാട്ടിൽ കണ്ട എല്ലാ കാര്യവും ചെയ്തു. ഞാൻ മാതാവെന്നും പറഞ്ഞ് കുഞ്ഞുനാളിൽ പോലും നടന്നിട്ട് എൻ്റെ കാര്യം മാത്രം നടന്നിട്ടില്ല. അത് ശരിയാ. എന്തുകൊണ്ട് ചില കാര്യങ്ങൾ ലാഗ് ചെയ്യുന്നു? എന്താ കാര്യം? എന്തുകൊണ്ട് ചില കാര്യങ്ങൾ നടക്കുന്നത് വരെ കഷ്ടപ്പാടുണ്ടാകുന്നു, കഷ്ടത നിലനിൽക്കുന്നു? അതാണ് ഞാൻ 119:75 സങ്കീർത്തനം പറഞ്ഞത്. എന്താ പറഞ്ഞിരിക്കണത്? അതായത് വിശ്വസ്തത മൂലമാണ് അവിടുന്ന് എന്നെ കഷ്ടപ്പെടുത്തിയെന്ന് ഞാൻ അറിയുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ വചനത്തിലുണ്ടായിരുന്നാണിത്. എന്താ കാര്യം? ചില കഷ്ടപ്പാടുകളുടെ അടിസ്ഥാനം വിശ്വസ്തതയാണ്. അവിടെ വിശ്വാസമല്ല, വിശ്വസ്തതയാണ്. ഉടമ്പടിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഇപ്പോൾ ഉടമ്പടി എത്രയോ പേരെടുത്ത് എത്ര പേരിന്ന് വിശ്വസ്തയോടെ ജീവിക്കുന്നുണ്ട്. കാര്യം കണ്ടപ്പോൾ അവർ പോയി. പാലം കയറുവോളം നാരായണ, പാലം കയറിക്കഴിഞ്ഞ് കൂരായണ. പിന്നെ അവർക്ക് കുമ്പസാരമില്ല, കുർബാനയില്ല. ഇത് ദൈവത്തിന് പണ്ടേ അറിയാമായിരുന്നു. ഇത് ചുമ്മാ അഭ്യാസത്തിന് വരണതാണ്. കാര്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർ ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞ പോലെ മണ്ണഞ്ചേരി വഴി മാമായില്ലെന്ന് പറയും. അതാണ് സംഭവം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചിലർ കൃപാസനത്തെ ചവിട്ടുമ്പോൾ തന്നെ അമ്മ പറയും ഇത് പൊട്ടക്കേസാണ്. ഒരു സഹോദരി വന്നു. അപ്പോൾ അവർ വന്ന് വാച്ച്മാനോട് സംസാരിച്ചു. ഞാൻ അവർ പോയി കഴിഞ്ഞ് ഞാൻ വാച്ച്മാനോട് ചോദിച്ചു എന്നാ അവർ സംസാരിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു ഇത് ഉടമ്പടി എപ്പോൾ പോകാൻ പറ്റും? അപ്പോൾ വാച്ച്മാൻ നിങ്ങളെന്താ പറഞ്ഞു? ഇന്ന് ചൊവ്വാഴ്ചയാണ്, 10 മണി 9 മണിക്ക് ക്ലാസ്, ഉടമ്പടിക്ക് 12 മണിക്കേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഉടനെ അവരുടെ ഭർത്താവ് അകത്തോട്ട് കയറി വന്നു. അപ്പോൾ 12 മണിക്കേ പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഭർത്താവ് കയറി വന്നു. ഭർത്താവ് കയറുന്ന വെച്ചാൽ അവരോട് ചോദിച്ചു, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയണമെന്ന്. ഇങ്ങനെ പോകണം, ഇവിടെ കൊണ്ട് ഡംപ് ചെയ്തിട്ട് അവസാനം എന്ത് പറ്റി? രണ്ടുപേരും കൂടി പോയി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഉടമ്പടി എടുക്കാതിരിക്കാനാണ് അവർക്ക് നല്ലത്. എന്താ കാര്യം എന്നറിയാവോ? അവരിത് എന്തോ ഒരു ചെറിയ പരിപാടിയാണെന്നും പറഞ്ഞ് എങ്ങനെയെങ്കിലും ഇരുട്ടുകൊണ്ട് ഊട്ടടക്കാം എന്നാ. പക്ഷേ അതല്ല പ്രശ്നം. ഇത് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി ഈ കാലഘട്ടത്തിൽ ദൈവം നമുക്ക് നൽകിയ ഒരു ദൈവിക സ്വർഗീയ പദ്ധതിയാണ്. അതിവിടെ വന്ന് സ്വസ്ഥതയും സമാധാനത്തോടെയും എൻ്റെ ക്ലാസ്സുകൾ കേട്ടുവരുമ്പോൾ അത് അവർക്ക് കിട്ടുന്ന വീട്, വിവാഹം, കുഞ്ഞുങ്ങളെന്നല്ല പ്രശ്നം. അതിനേക്കാളുപരി നിത്യത വരെ ഉള്ള കൃപ ആർജിക്കാനുള്ള സുവിശേഷ സൂത്രങ്ങൾ എത്ര ടെക്നിക്കലായിട്ടാണ് അമ്മ ഓരോ ദിവസവും വെളിപ്പെടുത്തി നമ്മളെ പഠിപ്പിക്കണത്. ഇങ്ങനെ പഠിപ്പിക്കാൻ വേണ്ടി യോഹന്നാൻ 6:45 എഴുതിയിട്ടുണ്ട്, അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെടും. കാര്യം മനുഷ്യന്മാർ പഠിപ്പിച്ചത് എന്തുമാത്രം നമ്മളെ പഠിപ്പിച്ചു അല്ലേ? മനുഷ്യന്മാർക്കൊരു പഠിപ്പിക്കലുണ്ട്. പക്ഷേ എത്ര പഠിപ്പിച്ചാലും നമുക്കറിയാം പഠിച്ചവരും പഠിക്കാത്തവരും എല്ലാം എങ്ങനെയാണ് അവസാനം ഇവിടുന്ന് പിരിഞ്ഞു പോണത്. മനുഷ്യൻ്റെ പഠിപ്പിക്കലല്ല, മനുഷ്യൻ എന്താണ്? ദൈവത്തിൻ്റെ പഠിപ്പിക്കൽ. ജീവിതത്തിൽ നമുക്കെന്താ വേണ്ടത്? ഇതാണ് നമ്മൾ 1 കൊരിന്ത്യർ 1:24 കണ്ടത്. ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശുക്രിസ്തു. ദൈവം പഠിപ്പിക്കുന്നത് എന്താണ്? യോഹന്നാൻ 6:45 അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെടും. ദൈവം പഠിപ്പിക്കണത് എന്താണ്? ദൈവത്തിൻ്റെ ജ്ഞാനമാണ് നമുക്ക് പകർന്നു തന്നത്. അത് ആർക്ക് കൊടുത്തു? ദൈവം മറിയത്തിന് കൊടുത്തു. എന്താണ്? മറിയത്തോട് പറഞ്ഞു പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും എന്ന് പറഞ്ഞപ്പോഴേ ആ പഠിപ്പിക്കൽ കൂടി പറഞ്ഞു കൊടുത്തു. എന്താണ്? മകളെ, പരിശുദ്ധാത്മാവ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഫ്ലൈറ്റും പിടിച്ച് വരത്തില്ല, കുറച്ച് പരിപാടി അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് വരുന്നതിന് വേണ്ടി എന്താ ചെയ്യണം? ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അവിടെ എന്താ പറയണത്? വചനം പോലെ നിറവേറട്ടെ. അത് ഉടമ്പടിയാണ്. ഉടമ്പടി വഴി മാത്രമേ പരിശുദ്ധാത്മാവ് വരത്തുള്ളൂ നമ്മുടെ ജീവിതത്തിലോട്ട്. ദൈവത്തിൻ്റെ ശക്തിയുടെ ഫലങ്ങളൊക്കെ വരും. പക്ഷേ ദൈവത്തിൻ്റെ ശക്തി വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഉടമ്പടി ചെയ്യണം.
എന്താ കാര്യം? രാത്രി മുഴുവനും അധ്വാനിച്ച് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലല്ലോ, എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ചെയ്യാം. ലുക്ക 5:5. അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ അവൻ പറയണ പോലെ ചെയ്യുമേ. യോഹന്നാൻ 2:3. ഇപ്പം എന്താ പറയണത്? ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. അത്യുന്നതിൻ്റെ ശക്തി, അത് ദൈവത്തിൻ്റെ ജ്ഞാനം എന്താണ് അത് പറയാതെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് മറിയത്തോട് പകർന്നു കൊടുത്തത് എന്താണ്? ഈ അത്യുന്നതിൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? നീ കർത്താവിൻ്റെ ദാസിയാകണം. എങ്ങനെ നിനക്ക് കർത്താവിൻ്റെ ദാസി ആകാൻ പറ്റും? അവൻ പറയണ പോലെ ചെയ്യാം. അതാണ് അമ്മ മറിയം പറയണത് 1:38 വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. എല്ലാം ഉടമ്പടിയാണ്. ജീവിതത്തിൽ ദൈവം നമുക്ക് ഒരു പ്രാർത്ഥന വെളിപ്പെടുത്തി തന്നിട്ടുണ്ടെങ്കിൽ അതിന് ബിബ്ലിക്കൽ തിയോളജി ഉണ്ട്, മരിയൻ തിയോളജി ഉണ്ട്, അതിന് എല്ലാ ന്യൂമാറ്റിക് തിയോളജി ഉണ്ട്, തിയോളജി ഓഫ് ഗ്രേസ് ഉണ്ട്. സമ്പൂർണ്ണ ദൈവശാസ്ത്രത്തിൻ്റെ സമഗ്രതയാണ് ഉടമ്പടിയിൽ ദൈവം നിറച്ചു വെച്ചിരിക്കുന്ന സ്വർഗീയ പദ്ധതി. ശ്രുതിക്കട്ടെ. ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി എന്ന് ഉടമ്പടിയുടെ വചനം അച്ഛൻ പറയണത്. ദൈവത്തെ റോമ 4:20 ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തെ വളരാൻ. അപ്പം ദൈവത്തെ മഹത്വപ്പെടുത്തണം എങ്ങനെയാണ്? ഇതാ കർത്താവിൻ്റെ ദാസൻ അല്ലെങ്കിൽ ദാസി എന്ന് പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ വചനങ്ങൾ അല്ലെങ്കിൽ ഉടമ്പടി പ്രകാരം ജീവിതം നിറവേറ്റിയാണ് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ വളരാം. ഇതുപോലെ തന്നെയാണ് നമ്മൾ ദൈവത്തോടുള്ള സ്നേഹം. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങളുടെ പ്രാർത്ഥന പൊട്ടപ്രാർത്ഥനയാകണമെന്ന് എന്താ അറിയാമോ? പൊട്ടപ്രാർത്ഥന എന്ന് പറയുന്നത് വെല്ലിടി എന്നൊക്കെ പറയത്തില്ലേ, ഇരുട്ട് വേണം. അതുപോലെയൊക്കെ ചില പ്രാർത്ഥനകൾ പൊട്ടപ്രാർത്ഥനയായിരിക്കും, ഒന്നും ഉണ്ടാകത്തില്ല. പണ്ട് ചകണയെന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നില്ല, ഇപ്പം ഇല്ല. ഈ മണ്ടരി വന്നപ്പോൾ പിന്നെ ചകണ ഏതാണ് മണ്ടരി ഏതാണെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയായി. തെങ്ങയിൽ ചില തേങ്ങ ഇങ്ങനെ ഒട്ടി ഉണങ്ങി ഇരിക്കും, അതിനാണ് അതിൻ്റെ അകത്ത് ഒന്നും ഉണ്ടാകത്തില്ല. ചകണയെന്ന് പറയും ഞങ്ങളുടെ നാട്ടിലൊക്കെ. ഇതുപോലെ ഓരോ നാട്ടിലും ഓരോ പേരാണ് അതിനുള്ളത്. ഇതുപോലെ തന്നെയാണ് ചില പ്രാർത്ഥന ചകണയിൽ പോവും. കാര്യം ചിരട്ടയും പോലും അതിൻ്റെ അകത്ത് ഉണ്ടാകത്തില്ല. എന്താ കാര്യം? ദൈവവചനം നിറവേറ്റാൻ വിശ്വാസത്തോടെയും സ്നേഹത്തോടെയും ഒരു വ്യക്തി തയ്യാറാകുന്ന സമർപ്പണത്തിൻ്റെ കണ്ടൻ്റ് പ്രാർത്ഥനയും വരണം. അപ്പോഴാണ് ആ പ്രാർത്ഥന. ചില ആൾക്കാർ പറഞ്ഞാൽ വരണ്ട കാറ്റാണെന്ന് പറയും. അവിടെ വരണ്ട കാറ്റടച്ചാൽ തൊലിയൊക്കെ ഇങ്ങനെ പൊള്ളിപ്പിടിക്കണമെന്ന് പറയും. ചില ആൾക്കാരുടെ പ്രാർത്ഥനയും വരണ്ട കാറ്റാണ്. എന്താണ് അതിൻ്റെ അകത്ത്? ഹ്യൂമിഡിറ്റി ഒന്നുമില്ല. നമുക്ക് കാറ്റ് കൊള്ളുമ്പോൾ നമുക്കൊരു തണുപ്പ് തോന്നണ്ടേ? നിങ്ങളുടെ പ്രാർത്ഥനയുടെ കാറ്റ് കൊണ്ടിട്ട് ദൈവത്തിന് തണുക്കണില്ല, അതാണ് പ്രശ്നം. നമുക്കൊരു വരണ്ട കാറ്റെന്ന് പറഞ്ഞാൽ എന്താണ്? വരണ്ട കാറ്റ് അയ്യോ അത് അവിടെ കാറ്റ് കൊണ്ട് തൊലിയൊക്കെ ഇങ്ങനെ പൊള്ളിപ്പിടിക്കും എന്ന് പറയും. നമ്മുടെ പ്രാർത്ഥനയുടെ കാറ്റ് കൊള്ളുമ്പോൾ ദൈവത്തിന് കുളിരണം, ഒരു കുളിരുമ്പോൾ തോന്നണം. എന്താ കാരണം? അതിൽ വിശ്വാസം ഉണ്ടാകണം, അതിൽ സ്നേഹമുണ്ടാകണം. പിന്നെ നീ തന്നില്ലേലും തന്നാലും നിൻ്റെ കയ്യിൽ നിന്ന് എന്താണ് കിട്ടണമെങ്കിലും ഞാനത് നിൻ്റെ നാമത്തെ നിന്നോടുള്ള സ്നേഹത്തെ പ്രതി സ്വീകരിക്കുമെന്ന് പറഞ്ഞാൽ ഒരു സമർപ്പണം ഉണ്ടാകണം. ഇതെല്ലാം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ സ്നേഹത്തോടെ പ്രാർത്ഥിക്കും. ഇപ്പോൾ ജപമാല വീട്ടിൽ ചെല്ലുന്നു, പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലുന്നു, ഇതെല്ലാം ചെല്ലുന്നതിന് നാക്ക് മാത്രം മതി. പ്രാർത്ഥന ചെല്ലണതിന് വേറെ ഒന്നും വേണ്ടേ? ഈ തെറി പറയണ നാക്ക് മാത്രം മതി, വേറെ ഒരു സാധനവും വേണ്ട. കാരണം നമ്മൾ ഈ നാക്ക് കൊണ്ട് തെറിയും പറയും, തോന്നിവാസവും പറയും, ചീത്ത വർത്തമാനം പറയും, പല തരത്തിലുള്ള പരിപാടികളിൽ നാക്ക് കൊണ്ട് കാണിക്കും. പക്ഷേ ആ സാധനം കൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഈ നാക്ക് കൊണ്ട് പല പല പരിപാടികൾ കാണിക്കുന്ന നാക്ക് കൊണ്ട് പ്രാർത്ഥിക്കണ അതിനകത്തൊരു കാര്യമാണ്. പക്ഷേ പ്രാർത്ഥിക്കുമ്പോൾ എന്താ പറ്റണത്? പ്രാർത്ഥനയുടെ അകത്ത് വിശ്വാസം ഉണ്ടെങ്കിൽ, പ്രാർത്ഥനയുടെ അകത്ത് സ്നേഹമുണ്ടെങ്കിൽ, പ്രാർത്ഥനയുടെ അകത്ത് ഒരു ഫിഡലിറ്റി വിശ്വസ്തത കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ സന്തോഷം തോന്നും. അതെന്ത് കേസായാലും ശരി. ഉത്കണ്ഠയും നിരാശയൊക്കെ ഉണ്ടാകും. ഉത്കണ്ഠയുടെ സാഹചര്യമാണ്, ഉത്കണ്ഠ ഉണ്ടാകും. ഈശോയ്ക്ക് ഉണ്ടായിരുന്ന ഗെത്സെമനെ വെച്ച് ഉത്കണ്ഠ ഉണ്ടായില്ലേ? ഉത്കണ്ഠയുടെ സാഹചര്യം ആണെങ്കിൽ ഉത്കണ്ഠ ഉണ്ടാകും. പക്ഷേ ഇവിടുത്തെ പ്രോബ്ലം അതല്ല.
നിങ്ങൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്ന ഉത്കണ്ഠയ്ക്ക് ഒരു സാഹചര്യം ആ വീട്ടിലില്ല, പക്ഷെ പ്രാർത്ഥിക്കണമെല്ലാം വരണ്ട കാറ്റാണ്. എന്താ കാര്യം? പ്രാർത്ഥിക്കണമെല്ലാം വരണ്ട കാറ്റാണ്. കാര്യം നിങ്ങളത് ചെയ്യണത് യാന്ത്രികമായിട്ടും കുടുംബ പ്രാർത്ഥന ഉണ്ടല്ലോ, അത് ചെയ്യേണ്ടതാണല്ലോ, പിള്ളേർക്ക് മാതൃകയാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഒരു തട്ടപ്പടി പ്രോഗ്രാം അങ്ങോട്ട് നടത്തി ഒരു ഫങ്ഷൻ നടത്തി പോറ്റുകയും. കുടുംബ പ്രാർത്ഥനയല്ല, ഒരു ഫങ്ഷനാണ്. കാര്യം അത് വരണ്ട കാറ്റാണ്. എന്താ കാര്യം? അതിൽ ദൈവസ്നേഹം ഉണ്ടാകണം, അതിൻ്റെ വിശ്വസ്തത ഉണ്ടാകണം, സമർപ്പണം ഉണ്ടാകണം. വചനം കേട്ടാൽ കർത്താവിൻ്റെ വാക്കാണ് ഞാൻ കേൾക്കണമെന്ന് തോന്നണം. നിങ്ങൾക്ക് ആന്തരികമായൊരു സ്നേഹം ഉണ്ടാകണം. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഇന്ന് മുതലേ എൻ്റെ കുടുംബ പ്രാർത്ഥനയിലും വ്യക്തിപരമായ പ്രാർത്ഥനയിലും കർത്താവേ അത് കുളിർമയുള്ള ആ കാറ്റ് കൊണ്ടാൽ ദൈവത്തിന് പോലും ഉൾപ്പുളകം ഉണ്ടാകുന്ന രീതിയിലെ ദൈവസ്നേഹം നിറയാൻ, വിശ്വാസം നിറയാൻ, പ്രത്യാശം നിറയാൻ, വിശ്വസ്തത നിറയാൻ, സമർപ്പണം നിറയാൻ എൻ്റെ പ്രാർത്ഥനകളെ അഭിഷേകം ശ്രദ്ധിക്കട്ടെ. ഈ ഉടമ്പടി എടുക്കണ എപ്പോഴാണ്? നമ്മുടെ അവസ്ഥകൾ മോശമാകുമ്പോഴാണ്, അല്ലേ? നമ്മുടെ അവസ്ഥകൾ മോശമാകുമ്പോഴാണ് നമ്മൾ ഉടമ്പടി എടുക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ആ അവസ്ഥകൾ മോശമാകുമ്പോൾ നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മളതിൻ്റെ വ്യവസ്ഥകളനുസരിച്ച് ജീവിക്കുമ്പോൾ ദൈവം നമ്മൾക്ക് അനുഗ്രഹമാക്കി അത് മാറ്റും, അനുഗ്രഹമായി മാറും. ഇപ്പോൾ തന്നെ അതിൻ്റെ സങ്കീർത്തനം ഏതാണ്? അതായത് ഇപ്പോൾ സങ്കീർത്തനം 119:26 കണ്ടാ? സങ്കീർത്തനം 119:26 എൻ്റെ അവസ്ഥകൾ വിവരിച്ചപ്പോൾ അങ്ങ് എനിക്ക് ഉത്തരം നൽകി. എൻ്റെ അവസ്ഥ പറഞ്ഞപ്പോഴേ അങ്ങ് എന്നോട് പറഞ്ഞു ഉടമ്പടി എടുക്കാൻ പറഞ്ഞെന്ന്. അതാണ് സംഭവം. സങ്കീർത്തനം 119:26 എൻ്റെ അവസ്ഥകൾ വിവരിച്ചപ്പോൾ അങ്ങ് എനിക്ക് ഉത്തരമരളി. എന്ത് ഉത്തരവാണ് അരളിയത്? ഉടമ്പടി എടുക്കാൻ പറഞ്ഞിരിക്കുക. എന്താ പറഞ്ഞിരിക്കണത്? താഴെ ഉണ്ട്, അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. പ്രൈസ് ദി ലോർഡ്. അതാണ് ജ്ഞാനത്തിലെ എൻ്റെ അവസ്ഥകൾ ഞാൻ പറഞ്ഞപ്പോഴേ ജ്ഞാനം കിട്ടിയവർക്ക്. എന്താ കാണുന്നത്? അവസ്ഥ മാറണമെന്നുണ്ടെങ്കിൽ ചട്ടം പഠിച്ചാൽ മതിയെന്ന്. ചട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രമാണം. പ്രമാണം എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് ഉടമ്പടി എന്ന് പറയുന്നത്. ഉടമ്പടിക്ക് ഒരു പ്രമാണമാണത്. എന്താണ്? നീ ഭൂമിയിൽ ദീർഘകാലം ജീവിക്കാൻ എന്ത് ചെയ്യണം? നിൻ്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക. അപ്പോൾ ദീർഘകാലം അഭിവൃദ്ധിയോടെ ജീവിക്കാൻ എന്ത് ചെയ്യണം? അത് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക. പ്രമാണം അതാണ്. അപ്പോൾ എല്ലാ ഐശ്വര്യവും വരണത് പ്രമാണത്തിലൂടെയാണ്. അവൻ പറയണ പോലെ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? അങ്ങനെ പ്രമാണങ്ങൾ നിർദ്ദേശിക്കുന്ന വഴി എനിക്ക് കാണിച്ചു തരണമേ. അതാണ് ഉടമ്പടി ചെയ്യണത്. അവസ്ഥകൾ വിവരിക്കുമ്പോഴേ സങ്കീർത്തനം 119:27 അനുസരിച്ച് കൊണ്ട് അങ്ങയുടെ പ്രമാണങ്ങൾ നിർദ്ദേശിക്കുന്ന വഴി എനിക്ക് കാണിച്ചു തരണമേ. എന്താ അടുത്ത വചനം? ഞാൻ അങ്ങയുടെ അത്ഭുത കൃത്യങ്ങളെ പറ്റി ധ്യാനിക്കും. ഞാൻ സാക്ഷ്യം പറയാവുന്ന. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. സാക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ സാക്ഷ്യം പറയും. എൻ്റെ അവസ്ഥകൾ വിവരിക്കുമ്പോൾ അങ്ങനോട് പറയും, അവൻ പറയണ പോലെ ചെയ്യാൻ പറയും. അപ്പോൾ എനിക്ക് സംഭവിക്കും, ഞാൻ പ്രമാണമനുസരിച്ച് ജീവിക്കും. അപ്പോൾ ഞാൻ സാക്ഷ്യം പറയും. അതാ പറയണത്, ഞാൻ അങ്ങയുടെ അത്ഭുത കൃത്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കും. പ്രൈസ് ദി ലോർഡ്. അതായത് എങ്ങോട്ട് തിരിഞ്ഞാലും ഇതാണ് സംഭവം. ഒരു പക്ഷേ ഈ വർഷത്തെ വെളിപ്പെടുത്തിയ ഉടമ്പടിയുടെ ഏറ്റവും നിഗൂഢമായ ഒരു വചനമാണ് ഇത് ഗുപ്തമായിരുന്നൊരു വചനമാണ്. കർത്താവ് ഈ സെക്കൻഡിൽ ഇപ്പം എന്നെ കാണിച്ചു തന്നതാണ്. ഇപ്പം കാണിച്ചു തന്നതാണ് കർത്താവ്. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാണിച്ചു തന്നതാണ്. അപ്പോൾ അത് കർത്താവ് സ്തുതിക്കാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പുതിയ ചിന്തകളിലേക്ക്, ദൈവാനുഭവങ്ങളിലേക്ക് ഞങ്ങളെ നയിക്കുന്നതിന് നന്ദി പറയുന്നു. ഇപ്പം എൻ്റെ അവസ്ഥകൾ 119 നമ്മൾ 26 കണ്ട പോലെ എൻ്റെ അവസ്ഥകൾ ഞാൻ വിവരിച്ചപ്പോൾ അങ്ങനെക്ക് ഉത്തരം വരളി. അപ്പം ഈ അവസ്ഥകൾ ചില സമയത്ത് ചില അവസ്ഥകൾ ദൈവം തന്നെ ഉണ്ടാക്കും. അത് വിശ്വാസി അറിയണം. എന്തിനാ? നിന്നെ കൃപയിൽ വളർത്താൻ വേണ്ടി ദൈവം ചില അവസ്ഥകളുണ്ടാക്കും. ഇപ്പം നമ്മൾ 1 സാമുവേൽ, ഇപ്പം നിങ്ങൾ ചോദിച്ചില്ലേ
എൻ്റെ നാത്തൂന് മക്കളുണ്ട്, എൻ്റെ അനിയത്തിക്കുണ്ട്, ചേട്ടത്തിക്കുണ്ട്, എനിക്ക് മാത്രം മക്കളില്ലേ, എന്നോട് മാത്രം എന്താ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കണവരുണ്ട്. കുറേ ചോദ്യങ്ങളുണ്ടല്ലോ. എല്ലാവർക്കും അവർക്കെല്ലാം ആ മക്കളെ കൊടുത്ത് എനിക്ക് മാത്രം 3 പെൺമക്കളെ തന്ന് എന്തെല്ലാം ചോദ്യങ്ങളാണ്. ദൈവത്തിനെ കൈ കിട്ടുകയാണെങ്കിൽ ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ദൈവത്തിനെങ്ങാനും മനുഷ്യൻ്റെ കൈ കിട്ടുകയാണെങ്കിൽ ചോദ്യം മാത്രം. എന്താ കാര്യം? എൻ്റെ അനിയത്തിക്ക് 2 ആൺമക്കളെ കൊടുത്തു, എൻ്റെ ചേട്ടത്തിക്ക് 2 ആൺമക്കളെ കൊടുത്തു, എനിക്ക് 2 പെൺമക്കളെ തന്നിരിക്കണത്. പെൺമക്കളെ കേൾപ്പിച്ച് പറയത്തില്ല. അവരെങ്ങാനും പറഞ്ഞാൽ അവരെ തന്നെ അപ്പം തന്നെ വനിതാ കമ്മീഷനിൽ പോവും. അത് മനസ്സിൽ പറയും. പെൺമക്കളെ കിട്ടിയതൊക്കെ എന്നാ കുഴപ്പമുണ്ടായത് അവർ വേണേൽ അവിടെ നിന്ന് ചോദിക്കും. ഇപ്പോഴത്തെ പെൺപിള്ളേരുടെ പേര് ബോൾഡ് എന്നല്ലേ, അല്ല പെൺപിള്ളേരുടെ പേരിലല്ലേ, അവർ ബോൾഡാണ് തോന്നണത്. പറയണത് ചിലപ്പോൾ ഈ ബോൾഡിൻ്റെ പേരിൽ അഭ്യാസമായിരിക്കും പറഞ്ഞത്, എന്തും ആയിക്കോട്ടെ. പക്ഷേ ചില സമയത്ത് ആൾക്കാർക്ക് അങ്ങനെ തോന്നും ദൈവത്തോട് ചോദിക്കാൻ. കാര്യം അത് ദൈവത്തിൻ്റെ നിധിയാണെന്ന് നീ തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് കിട്ടിയതും കിട്ടാത്തതും ഒരുപോലെ ഇരിക്കും. നിധി എപ്പോഴും നിധിയാകണം എങ്ങനെയാണ്? നിധി തിരിച്ചറിയുമ്പോഴാണ്. 2 പെൺമക്കളെ കിട്ടിയിരിക്കണം, അത് നിധിയാണ് ദൈവം തന്നിരിക്കുന്നത്. പക്ഷെ നിനക്കറിയാൻ പറ്റണില്ല. നീ എപ്പോഴും നോക്കണത് അയൽവാസിക്ക് 2 ആൺമക്കളാണ്, അപ്പുറത്ത് 2 ആൺമക്കളാണ്, അനിയത്തിക്ക് 2 ആൺമക്കളാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നിധി തിരിച്ചറിയാത്ത ആൾക്കാർ ഒത്തിരിയുണ്ട്. കർത്താവ് നമ്മുടെ ഇതില്ലേ, ഈ കർത്താവ് എപ്പോഴും പറഞ്ഞത് നിധി എപ്പോഴും തിരിച്ചറിയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സങ്കീർത്തനം, അതായത് മത്തായി ശ്രീകാരുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നിധി തിരിച്ചറിയാൻ പറയുന്നുണ്ട്. മത്തായി ശ്രീകാരുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ, അതായത് സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിക്ക് തുല്യമാണ്. അപ്പം നിന്നെ സംബന്ധിച്ചിടത്തോളം നിൻ്റെ സ്വർഗരാജ്യം ചിലപ്പോൾ 2 പെൺമക്കളിലൂടെ ആയിരിക്കും ദൈവം നിനക്ക് തരണത്. കാര്യം നിൻ്റെ ദൈവഹിതം അതായിരിക്കും. ചിലപ്പോൾ നിനക്ക് മക്കളില്ലാതായിരിക്കാം, ചിലപ്പോൾ നിൻ്റെ ദൈവരാജ്യം അതായിരിക്കും. എന്താ കാര്യം? 1 സാമുവേൽ 1:5 വായിക്കണേ വെച്ച്. 1 സാമുവേൽ 1:5. ഹന്നായെ കൂടുതൽ സ്നേഹിച്ചിരുന്നെങ്കിലും ആര് സ്നേഹിച്ചിരുന്നെങ്കിൽ എൽക്കാന, അത് വഴി, അത് വേറെ വിഷയം. പറ. അവർക്കൊരംശം മാത്രമേ സമ്പത്ത് നൽകിയിരുന്നുള്ളൂ. എന്തെന്നാൽ കർത്താവ് അവളെ വന്ധ്യയാക്കിയിരുന്നു. അതാണ് അവസ്ഥ. അതാരും ആക്കിയതല്ല, കർത്താവ് അവളെ വന്ധ്യയാക്കിയെന്ന്. ഇപ്പം കർത്താവിന് ഈ അവസ്ഥ ഉണ്ടാക്കുന്ന വിഷയമുണ്ട്. മനസ്സിലായില്ലേ? നിങ്ങൾ ദൈവമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഈ കളികളെല്ലാം പഠിക്കേണ്ടി വരും. ചില വിഷയത്തിൽ കർത്താവ് തന്നെ അങ്ങനെ ഡെലിബറേറ്റായിട്ട് ചെയ്യും. അങ്ങനെ ചെയ്യണ സമയത്ത് ഇപ്പം നീ അവൻ അത്യുന്നതിൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടുകയൊക്കെ മറിയത്തോട് പറയുമ്പോഴും മറിയം ഉടനെ പ്രൈസ്തലോടൊന്നും പറയണ്ട, കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞത് ആരാണ്? പ്രൈസ്തലോടെന്ന് പറയേണ്ട കാര്യമാണത്. മറിയത്തിനെ കൊണ്ട് എന്തുകൊണ്ടാണ് പ്രൈസ്തലോടെന്ന് പറയിപ്പിക്കാതെ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞത്? ഈ അത്യുന്നതൻ്റെ പുത്രന് വിളിക്കപ്പെടുന്ന മുമ്പ് 2-3 പരീക്ഷ ഉണ്ട്. അതാണ് കുഴപ്പം. വേറെ കുഴപ്പമൊന്നുമില്ല. ഗെത്സെമനിലൊന്ന് കിടക്കണം, ചോര പുറത്തുനിന്ന് വരും. വേറെ കുഴപ്പമൊന്നും, വേർപ്പിന് പകരം ചോര വരും പുറത്ത്. കുരിശേ കിടക്കണം, അത് തുണിയില്ലാതെ കിടക്കേണ്ടി വരും. അത്യുന്നതൻ്റെ പുത്രനെ വിളിക്കണ മുമ്പ് 2-3 പരീക്ഷ ഉണ്ട്. അതുകൊണ്ട് നീ ഉടനെ കയറി പ്രൈസ്തലോടൊന്നും പറയണ്ട. ആ പരീക്ഷ എല്ലാം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞാൽ മതി. ആ പരീക്ഷയെക്കുറിച്ച് ഏറെക്കുറെ ഒരു ധാരണ കിട്ടിയപ്പോൾ മറിയം പറഞ്ഞ് മൈ സോൾ മാഗ്നിഫൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ് ഈ പരീക്ഷയെക്കുറിച്ച് പിടികിട്ടിയപ്പോഴാണ്. പരീക്ഷ തുടങ്ങിയല്ലേ അവർ. എലിസബത്തിൻ്റെ വീട്ടിലോട്ട് ഔസേപ്പിതാവ് സംശയിക്കുന്ന സമയത്ത് എലിസബത്തിൻ്റെ വീട്ടിലോട്ട് പോകുന്നതോടുകൂടി അവരുടെ പരീക്ഷ തുടങ്ങി. അപ്പോൾ അതിനുള്ളിൽ പരിശുദ്ധാത്മാവ് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ആ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ജ്ഞാനം കിട്ടിയപ്പോഴാണ് പറഞ്ഞത്, ഇത് ഇങ്ങനെ തന്നെ പോകത്തുള്ളൂ. അതുകൊണ്ട് നിനക്ക് പറഞ്ഞിരിക്കണ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന പരിപാടിയാണ്. എന്തെല്ലാം വിഷയമുണ്ട് നീ ഹൃദയം സംഗ്രഹിക്കണം. കുരിശ് കഴിഞ്ഞ് മാത്രമേ നമുക്ക് തമ്മിൽ കാണാൻ പറ്റത്തുള്ളൂ. അയ്യോ, അമ്മയോട് പറയണതാണ് അപ്പ, മോളെ ഒന്നും വിചാരിക്കരുത്, 10-32 വർഷം കഴിഞ്ഞ് മാത്രമേ നമുക്ക് തമ്മിൽ കാണാൻ പറ്റത്തുള്ളൂ. അതുവരെ കാണാത്ത ദൈവത്തിൻ്റെ വചനം കാണാതെ വിശ്വസിച്ചുകൊണ്ട് അമ്മ ജീവിക്കും. ശ്രുതികടേ ഹല്ലേലൂയ